ഡിയർ ഫ്രണ്ട്സ്, എല്ലാവർക്കും PSC പ്രസത്തിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ 9ാം ക്ലാസ്സിലെ SCERT ന്യൂ സിലബസ് പ്രകാരമുള്ള കെമിസ്ട്രിയിലെ 7ാമത്തെ ചാപ്റ്റർ അലോഹങ്ങൾ എന്ന് പറയുന്ന ചാപ്റ്ററിൻ്റെ 2ാമത്തെ പാർട്ടാണ് പഠിക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മുടെ ക്ലാസ്സുകൾ ആദ്യമായിട്ട് കാണുന്നവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കാണുക. അതുപോലെ തന്നെ തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ നമ്മളിടുന്ന വീഡിയോകളെല്ലാം തന്നെ അപ്പോൾ നോട്ടിഫിക്കേഷനായിട്ട് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അതുപോലെ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. പിന്നെ നിങ്ങളുടെ വിലയേറിയ കമൻറ്റുകൾ കമൻറ്റ് ബോക്സിലിടുക. അപ്പോൾ നമുക്ക് സമയം കളയാതെ അലോഹങ്ങൾ എന്ന ഭാഗം 2ാമത്തെ ഭാഗമാണ് നമ്മൾ പഠിക്കുന്നത്. ഇതിൻ്റെ 1ാമത്തെ ഭാഗം കണ്ടതിന് ശേഷം മാത്രമേ 2ാമത്തെ പാർട്ട് കാണുക. അപ്പോൾ നമുക്ക് നമ്മുടെ ക്ലാസ്സിലേക്ക് കടക്കാം.
കോക്ക്, വിളക്ക് കരി, കൽക്കരി എന്നിവ കാർബണിൻ്റെ വ്യത്യസ്ത അമോർഫസ് രൂപാന്തരങ്ങളാണ്. ചിലപ്പോൾ തന്നിട്ട് ചോദിക്കും ഇവയിൽ ഉൾപ്പെടാത്തത്, കാർബണിൻ്റെ അമോർഫസ് രൂപാന്തരത്തിൽ ഉൾപ്പെടാത്തത് ഏത് എന്ന് ചോദിച്ചാൽ നമ്മളിതെല്ലാം പഠിച്ചു വെച്ചിരിക്കണം. ഗ്രാഫൈറ്റിൻ്റെ ഏതാനും ഉപയോഗങ്ങൾ കൊടുത്തിരിക്കുന്നു. ഇതിന് സഹായകമായ സവിശേഷതകൾ കണ്ടെത്തി എഴുതാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഗ്രാഫൈറ്റിൻ്റെ ഉപയോഗങ്ങൾ എന്തൊക്കെയാണ്? ഗ്രാഫൈറ്റിൻ്റെ ഉപയോഗങ്ങൾ നമ്മൾ ഇതിൽ തന്നിരിക്കുന്നത് എന്താണ്? ഡ്രൈ സെല്ലിൽ ഇലക്ട്രോഡായി ഉപയോഗിക്കുന്നു. പെൻസിൽ ലെഡ് നിർമ്മിക്കാൻ സ്നേഹകമായി ഉപയോഗിക്കുന്നു. ഗ്രാഫൈറ്റിൻ്റെയും വജ്രത്തിൻ്റെയും സവിശേഷതകൾ പട്ടികപ്പെടുത്തി താരതമ്യം ചെയ്യാനും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഗ്രാഫൈറ്റിൻ്റെ ഉപയോഗം ചോദിച്ചാൽ നമുക്കിങ്ങനെ പറയാം. എന്തൊക്കെയാണ്? പെൻസിൽ ലെഡ് നിർമ്മിക്കാൻ ഉപയോഗിക്കുന്നു, സ്നേഹകമായി ഉപയോഗിക്കുന്നു. ഇതൊക്കെ എന്താണ്? നമ്മുടെ ഗ്രാഫൈറ്റിൻ്റെ ഉപയോഗങ്ങളിൽ നമ്മൾ പഠിച്ചതാണല്ലേ. ഡ്രൈ സെല്ലിൽ ഇലക്ട്രോഡായിട്ടൊന്നും നമ്മൾ പഠിച്ചിട്ടില്ല. ഇനി കാർബണിൻ്റെ സംയുക്തങ്ങളെക്കുറിച്ചാണ് അടുത്ത് പറയാനുള്ളത്. കാർബണിൻ്റെ സംയുക്തങ്ങൾ ഏതൊക്കെയാണ്? നിങ്ങൾക്കറിയാവുന്ന കാർബൺ സംയുക്തങ്ങൾ ഏതെല്ലാം എന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നോക്കാം. അപ്പോൾ കാർബണിൻ്റെ സംയുക്തങ്ങളാണ് നമ്മൾ ഇനി പറയാൻ പോകുന്നത്. കാർബണിൻ്റെ സംയുക്തങ്ങൾ ചോദിച്ചാൽ നമുക്ക് പ്രധാനമായിട്ടും പറയാം എന്തൊക്കെയാണ്? കാർബൺ ഡൈ ഓക്സൈഡ് അഥവാ CO2 കാർബൺ ഡൈ ഓക്സൈഡ് പറയാം. കാർബൺ മോണോക്സൈഡ് അഥവാ CO, പിന്നെന്താണ്? കാൽസ്യം കാർബണേറ്റ് CaCO2 കാൽസ്യം കാർബണേറ്റ്. അതുപോലെ നമുക്ക് സോഡിയം കാർബണേറ്റ് എന്ന് പറയുമ്പം Na2 CO3 ആണ് സോഡിയം കാർബണേറ്റ്. സോഡിയം ബൈകാർബണേറ്റ് ആകുമ്പോൾ എന്താണ്? NaHCO3 അതാണ് സോഡിയം ബൈകാർബണേറ്റ്. ഇതെല്ലാം എന്താണ്? നമ്മുടെ കാർബണിൻ്റെ സംയുക്തങ്ങളാണ്. ഇനി നമുക്ക് അടുത്ത് പറയാൻ പറ്റും ഏതൊക്കെയാണ്? മീഥേൻ പറയാം, CH2 മീഥേൻ. അതുപോലെ ഈഥേൻ C2H6 മീഥേൻ. പിന്നെ ഏതാണ്? എഥനോളിൻ്റെത് C2H5OH ആണ്. C2H5OH അതാണ് എഥനോൾ. പിന്നീട് നമുക്ക് പറയാം ഗ്ലൂക്കോസ് കാർബണിൻ്റെ സംയുക്തമാണ്, കാർബണിക സംയുക്തമാണ്. C6H12O6 അതാണ് ഗ്ലൂക്കോസ് എന്ന് പറയുന്നത്. അപ്പോൾ ഗ്ലൂക്കോസ് കാർബണിക സംയുക്തമാണ് ഗ്ലൂക്കോസ്. പിന്നെ ഏതാണ്? അസറ്റിക് ആസിഡ് പറയാം. അസറ്റിക് ആസിഡ് കാർബണിക സംയുക്തമാണ്. അസറ്റിക് ആസിഡ് CH3COOH ഇതാണ് ഏത്? നമ്മുടെ അസറ്റിക് ആസിഡിൻ്റെ രാസസമവാക്യം എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയും നമ്മൾ എന്ത് ചെയ്യുക? പഠിച്ചു വെച്ചിരിക്കുക കാർബണിൻ്റെ സംയുക്തങ്ങളിൽ. ഇനി നിങ്ങൾക്കറിയാവുന്ന കാർബൺ സംയുക്തങ്ങളൊക്കെ നമ്മൾ പറഞ്ഞു. ഇവയിൽ കാർബണും ഓക്സിജനും ചേർന്ന സംയുക്തങ്ങൾ ഏതൊക്കെയാണ്? അത് പറയാൻ എളുപ്പമല്ലേ. ഏതൊക്കെയാണ്? കാർബൺ ഡൈ ഓക്സൈഡ്, കാർബൺ മോണോക്സൈഡ്, കാൽസ്യം കാർബണേറ്റ്. ഇതൊക്കെ എന്താണ്? കാർബണും ഓക്സിജനും ചേർന്നതാണ്. ഇപ്പോൾ കാർബൺ ഡൈ ഓക്സൈഡ് ആകുമ്പം ഇപ്പോൾ ഇവിടെ ഏതാണ്? CO2 കാർബൺ ഡൈ ഓക്സൈഡ്. കാർബൺ മോണോക്സൈഡ് ആകുമ്പം CO. പിന്നെ ഏതാണ്? കാൽസ്യം കാർബണേറ്റ് ആകുമ്പം CO2. അപ്പോൾ ഇത്രയും എന്താണ്? കാർബണിക സംയുക്തങ്ങളാണ്. ഓക്കെ അല്ലേ? അടുത്ത് നമ്മൾ പഠിക്കാൻ പോകുന്നത് കാർബൺ ഡൈ ഓക്സൈഡ് ആണ്. അപ്പോൾ കാർബൺ ഡൈ ഓക്സൈഡിനെ കുറിച്ച് എന്താ പറയുന്നത്? CO2. കാർബണിക സംയുക്തങ്ങളോ വായുവിൽ കത്തുമ്പോൾ ഉണ്ടാകുന്ന പ്രധാന സംയുക്തമാണ് കാർബൺ ഡൈ ഓക്സൈഡ്. അപ്പോൾ കാർബൺ അല്ലെങ്കിൽ കാർബണിക സംയുക്തങ്ങൾ എന്ത് ചെയ്യുന്നു? വായുവിൽ കത്തുമ്പോൾ ഉണ്ടാകുന്ന പ്രധാന വാതകം ഏതാണ്? അല്ലെങ്കിൽ പ്രധാന സംയുക്തമാണ് ഏത്? നമ്മൾ ഈ പറഞ്ഞ ഈ ഒരു കാർബൺ ഡൈ ഓക്സൈഡ് എന്ന് പറയുന്നത്. കാർബൺ ഡൈ ഓക്സൈഡ്, കാർബൺ മോണോക്സൈഡ് എന്നിവ കാർബൺ സംയുക്തങ്ങളുടെ സവിശേഷതകളാണ്. അതായത് കാർബൺ ഡൈ ഓക്സൈഡിൻ്റെയും കാർബൺ മോണോക്സൈഡ് എന്നീ കാർബൺ സംയുക്തങ്ങളുടെ സവിശേഷതകളാണ് ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നതെന്നാണ് പറഞ്ഞത്.
കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ പരീക്ഷണശാലയിലെ നിർമ്മാണം. എങ്ങനെയാണ് കാർബൺ ഡൈ ഓക്സൈഡ് പരീക്ഷണശാലയിൽ നിർമ്മിക്കുന്നത്? ഇവിടെ ചിത്രം 7-8 പരിശോധിച്ച് കൊടുത്തിരിക്കുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരം കണ്ടെത്താൻ പറഞ്ഞിട്ടുണ്ട്. നമുക്കൊന്ന് നോക്കിപ്പോകാം. ഇതാണ് നമ്മൾ ഈ പറഞ്ഞ ചിത്രം 7-8 കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ പരീക്ഷണശാലയിലെ നിർമ്മാണമാണ്. അപ്പോൾ ഇവിടെ നോക്കിയേ, ഇവിടെ എന്താണ് കാർബൺ ഡൈ ഓക്സൈഡ് കൊടുത്തിട്ടുണ്ട്. ഒരു ജാർ എടുത്തിട്ടുണ്ട്. ജാറിൽ എന്തുണ്ട്? കാർബൺ ഡൈ ഓക്സൈഡ് ഉണ്ട്. ഈ കാർബൺ ഡൈ ഓക്സൈഡ് എന്ത് ചെയ്യുന്നു? ഒരു തിസിൽ ഫണലിലൂടെ എന്ത് ചെയ്യുന്നു? കടത്തിവിടുന്നുണ്ട്. അതിലേക്ക് നേർപ്പിച്ച ഹൈഡ്രോക്ലോറിക് ആസിഡും കാൽസ്യം കാർബണേറ്റും ചേർക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെയാണ് നമുക്ക് എന്ത് കിട്ടുന്നത്? നേർപ്പിച്ച ഹൈഡ്രോക്ലോറിക് ആസിഡ്, കാൽസ്യം കാർബണേറ്റ് ഇതൊക്കെ ചേർത്താണ്. ഇവിടെ ഉപയോഗിക്കുന്ന അഭികാരകങ്ങൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ നിർമ്മാണത്തിൽ ഉപയോഗിക്കുന്ന അഭികാരകങ്ങൾ ഏതൊക്കെയാണ്? ഇവിടെ നമുക്ക് പറയാൻ പറ്റുമല്ലോ. ഇവിടെ നേർപ്പിച്ച ഹൈഡ്രോക്ലോറിക് ആസിഡ് പറഞ്ഞിട്ടുണ്ട്, കാൽസ്യം കാർബണേറ്റ് പറഞ്ഞിട്ടുണ്ട്. ഈ നേർപ്പിച്ച ഹൈഡ്രോക്ലോറിക് ആസിഡും കാൽസ്യം കാർബണേറ്റും കൂടി പ്രവർത്തിച്ച് എന്ത് കിട്ടുന്നു? നമ്മുടെ കാർബൺ ഡൈ ഓക്സൈഡ് കിട്ടുന്നു. അപ്പോൾ ഇവിടെ ഉപയോഗിക്കുന്ന അഭികാരകങ്ങൾ ഏതൊക്കെയാണെന്ന് നമുക്ക് പറയാൻ പറ്റും. നേർപ്പിച്ച ഹൈഡ്രോക്ലോറിക് ആസിഡും കാൽസ്യം കാർബണേറ്റുമാണ്. CO3യും അതുപോലെ എന്താണ് 2HCl ഇവിടെ ഉപയോഗിക്കുന്നത്. അപ്പോൾ ഈ പ്രവർത്തനത്തിൻ്റെ രാസസമവാക്യം ഇവിടെ തന്നിട്ടുണ്ട്. എന്താണ് ഇവിടെ CaCO2 + 2HCl ഗിവ്സ് എന്താണ്? കാൽസ്യം ക്ലോറൈഡും ഒപ്പം എന്തും കൂടി കിട്ടുന്നു? ഹൈഡ്രജനും കൂടിയാണ് ഇവിടെ നമുക്ക് കിട്ടുന്നത്. അപ്പോൾ ഇതാണ് ഇവിടുത്തെ ഒരു പരീക്ഷണം. ഇവിടെ ഉണ്ടായ വാതകം ഏതാണ്? അവിടെ ഉണ്ടായ പ്ലസ് എന്ത് കൂടി നമുക്കവിടെ കിട്ടും? ഇവിടെ വരാനുള്ള വാതകമാണ് CO2 എന്ന് പറയുന്നത്. നമ്മുടെ കാർബൺ ഡൈ ഓക്സൈഡാണ് അവിടെ നിന്ന് നമുക്ക് കിട്ടുന്ന വാതകം എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ പറഞ്ഞു എന്താണ്? ഇവിടെ കാൽസ്യം കാർബണേറ്റും ഹൈഡ്രോക്ലോറിക് ആസിഡും കൂടി പ്രവർത്തിച്ച് കാൽസ്യം ക്ലോറൈഡും എന്താണ് ജലവും ഒപ്പം അവിടെ ഒരു വാതകം നമുക്കുണ്ടാകും. ആ വാതകമാണ് CO2 അഥവാ കാർബൺ ഡൈ ഓക്സൈഡ് എന്ന് പറയുന്നത്. കാൽസ്യം കാർബണേറ്റും നേർപ്പിച്ച ഹൈഡ്രോക്ലോറിക് ആസിഡും തമ്മിൽ പ്രവർത്തിക്കുമ്പോൾ CO2 എന്ന വാതകം ലഭിക്കുന്നു. ഈ വാതകം തെളിഞ്ഞ ചുണ്ണാമ്പ് വെള്ളത്തിലൂടെ കടത്തിവിട്ടാൽ ചുണ്ണാമ്പ് വെള്ളം പാൽ നിറമാകും. അപ്പോൾ എന്താ പ്രത്യേകത? ഈ ഒരു നമ്മൾ ഈ പറഞ്ഞ വാതകം കാർബൺ ഡൈ ഓക്സൈഡ് എന്ന് പറയുന്ന വാതകം തെളിഞ്ഞ ചുണ്ണാമ്പ് വെള്ളത്തിലൂടെ കടത്തിവിട്ടാൽ ചുണ്ണാമ്പ് വെള്ളത്തിൻ്റെ നിറം എന്താകും? പാൽ നിറമാകും. അപ്പോൾ ഇങ്ങനെ ചോദിക്കാം, ചുണ്ണാമ്പ് വെള്ളത്തിൻ്റെ നിറം പാൽ നിറമാകാൻ കാരണമായ വാതകം ഏതാണ്? ഏത് വാതകമാണ്? കാർബൺ ഡൈ ഓക്സൈഡ് അല്ലേ? കാർബൺ ഡൈ ഓക്സൈഡാണ്. അപ്പോൾ കാർബൺ ഡൈ ഓക്സൈഡിനെ തിരിച്ചറിയുന്ന വിധം ഇപ്പോൾ ബോധ്യമായല്ലോ. അപ്പം നമുക്ക് കാർബൺ ഡൈ ഓക്സൈഡിനെ കണ്ടാൽ ഇപ്പോൾ മനസ്സിലാവത്തില്ലേ? ഇനി കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ ഉപയോഗങ്ങളെക്കുറിച്ചാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. എന്തൊക്കെയാണ് കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ ഉപയോഗങ്ങളെന്ന് നോക്കാം. അഗ്നിശമനികളിൽ ഉപയോഗിക്കുന്നു. അപ്പോൾ കാർബൺ ഡൈ ഓക്സൈഡ് ഉപയോഗിക്കുന്ന ഒന്നാമതായിട്ട് അതിൻ്റെ ഉപയോഗം അഗ്നിശമനികളിൽ ഉപയോഗിക്കുന്നത് എന്താണ്? കാർബൺ ഡൈ ഓക്സൈഡാണ്. സോഡ വാട്ടർ, സോഫ്റ്റ് ഡ്രിങ്ക്സ് എന്നിവ നിർമ്മിക്കാൻ എന്തുപയോഗിക്കുന്നു? കാർബൺ ഡൈ ഓക്സൈഡ് ഉപയോഗിക്കുന്നു. സോഡ വാട്ടറിനും സോഫ്റ്റ് ഡ്രിങ്ക്സും ഒക്കെ നിർമ്മിക്കുന്നത് കാർബൺ ഡൈ ഓക്സൈഡ് ഉപയോഗിച്ചാണ്. അലക്കുകാരം, അപ്പക്കാരം എന്നിവയുടെ നിർമ്മാണത്തിന് ഉപയോഗിക്കുന്നു. ആരെയാണ്? നമ്മുടെ കാർബൺ ഡൈ ഓക്സൈഡിനെ അലക്കുകാരം, അപ്പക്കാരം എന്നിവയൊക്കെ നിർമ്മിക്കാൻ എന്താണ് നമ്മുടെ ഈ ഒരു കാർബൺ ഡൈ ഓക്സൈഡ് വാതകം ഉപയോഗിക്കുന്നു. യൂറിയ പോലെയുള്ള രാസവളങ്ങളുടെ നിർമ്മാണത്തിന് ഉപയോഗിക്കുന്നു. യൂറിയ പോലുള്ള രാസവളങ്ങളുടെ നിർമ്മാണത്തിന് ഉപയോഗിക്കുന്നതും ആരെയാണ്? ഈ പറഞ്ഞ കാർബൺ ഡൈ ഓക്സൈഡിന് ഉപയോഗിക്കുന്നുണ്ട്. കൃത്രിമ ശ്വാസോച്ഛ്വാസത്തിന് ഉപയോഗിക്കുന്ന കാർബോജനിൽ അതായത് ഓക്സിജൻ 95%, കാർബൺ ഡൈ ഓക്സൈഡ് 5% ഉപയോഗിക്കുന്നു. അപ്പം നമ്മൾ കൃത്രിമ ശ്വാസോച്ഛ്വാസം നൽകുമല്ലോ. ഇങ്ങനെ കൃത്രിമ ശ്വാസോച്ഛ്വാസം നൽകുമ്പോൾ രോഗി വെന്റിലേറ്ററിലൊക്കെ ആയിരിക്കുന്ന സമയത്ത് നമ്മൾ കൃത്രിമ ശ്വാസോച്ഛ്വാസം നൽകും. ഇങ്ങനെ കൃത്രിമ ശ്വാസോച്ഛ്വാസം നൽകുന്ന അവസരത്തിലെ കാർബോജനിൽ ഉപയോഗിക്കുന്നു. കാർബൺ ഡൈ ഓക്സൈഡ് 5%, ഓക്സിജൻ 95%. ഖരരൂപത്തിലുള്ള കാർബൺ ഡൈ ഓക്സൈഡ് ഡ്രൈ ഐസ് എന്നറിയപ്പെടുന്നു. അപ്പം ഖരരൂപത്തിലുള്ള കാർബൺ ഡൈ ഓക്സൈഡ് ഉണ്ട്, അതറിയപ്പെടുന്ന പേരാണെന്ത്? ഡ്രൈ ഐസ്. ഇത് സ്റ്റേജ് ഷോകളിലും മറ്റും
പുക നിറഞ്ഞ പ്രതീതി ഉളവാക്കാൻ ഉപയോഗിക്കുന്നു. അപ്പോൾ നമ്മൾ സ്റ്റേജ് ഷോയൊക്കെ കാണുമ്പോൾ, അതുപോലെ തന്നെ ഈ പ്രേത കഥകളൊക്കെ കാണുമ്പോൾ, പ്രേതം വരുന്ന സീനിലൊക്കെ നമ്മൾ പുക വരുന്നതായിട്ട് കാണുന്നത് എന്താണ്? ഈ പറഞ്ഞ കാർബൺ ഡയോക്സൈഡിൻ്റെ ഖരരൂപത്തിലുള്ള കാർബൺ ഡയോക്സൈഡ് എന്താണ്, ഡ്രൈ ഐസ് എന്നറിയപ്പെടുന്നു. ഈ ഡ്രൈ ഐസിനെ എന്ത് ചെയ്യുന്നു? സ്റ്റേജ് ഷോകളിലും മറ്റും പുക നിറഞ്ഞ പ്രതീതി ഉളവാക്കാൻ ഉപയോഗിക്കുന്നുണ്ട്. അടുത്ത് കാർബൺ മോണോക്സൈഡ് ആണ് പറയുന്നത്. കാർബൺ മോണോക്സൈഡ് SCO, കാർബൺ മോണോക്സൈഡ്. ജ്വലനം നടക്കുമ്പോൾ കാർബണിൻ്റെ അളവ് വളരെയധികം കൂടുകയോ ഓക്സിജൻ്റെ അളവ് കുറയുകയോ ചെയ്താൽ നടക്കുന്ന പ്രവർത്തനത്തിൻ്റെ രാസസമവാക്യം നമുക്ക് ചുവടെ തന്നിട്ടുണ്ട്. അപ്പോൾ ഈ ജ്വലനം നടക്കുമ്പോൾ എന്ത് ചെയ്യും? ഒന്നുകിൽ കാർബണിൻ്റെ അളവ് വളരെയധികം കൂടും, അതല്ല ആ സമയത്ത് എന്ത് ചെയ്യും? കാർബണിൻ്റെ അളവ് കൂടിയാൽ അവിടെ ഓക്സിജൻ്റെ അളവ് എങ്ങനെയായിരിക്കും? വളരെ കുറയും. അങ്ങനെ ചെയ്യുമ്പോൾ അവിടെ നടക്കുന്ന രാസസമവാക്യം ഇവിടെ തന്നിട്ടുണ്ട്. എന്താണ്? ഇവിടെ (2C+O2). അപ്പോൾ കാർബണിൻ്റെ അളവ് എന്ത് ചെയ്യുന്നു? കാർബണിൻ്റെ അളവ് കൂടുകയും ഓക്സിജൻ്റെ അളവ് കുറയുകയും ചെയ്ത് അവിടെ എന്തുണ്ടാകുന്നു? കാർബൺ ഡയോക്സൈഡ് ഉണ്ടാകുന്നു. ഉണ്ടായ വാതകം ഇത് കാർബൺ ഡയോക്സൈഡ് അല്ല, കാർബൺ മോണോക്സൈഡ് ആണ്. അപ്പോൾ അവിടെ ഉണ്ടായ വാതകം ഏതാണ്? കാർബൺ മോണോക്സൈഡ് ആണ്. ഇതൊരു വിഷവാതകമാണ്. അപ്പോൾ കാർബൺ മോണോക്സൈഡ് എന്ന് പറയുന്നത് എങ്ങനെയുള്ള വാതകമാണ്? വിഷവാതകമാണ്. അപ്പോൾ നമ്മൾ പറഞ്ഞല്ലോ അവിടെ എന്താ സംഭവിച്ചത്? അവിടെ 95%, അതായത് ഏറ്റവും ജ്വലനം നടക്കുമ്പോൾ കാർബണിൻ്റെ അളവ് വളരെ അങ്ങ് കൂടും, അവിടെ ഓക്സിജൻ്റെ അളവ് അങ്ങ് കുറയും. അപ്പോഴവിടെ എന്താണ് അവിടെ കിട്ടുന്നത്? കാർബൺ മോണോക്സൈഡ് ആണ്. അവിടെ ഉണ്ടാകുന്നത് കാർബൺ മോണോക്സൈഡ് എന്ന് പറയുന്ന വിഷവാതകമാണ്. കാർബൺ മോണോക്സൈഡ് രക്തത്തിലെ ഹീമോഗ്ലോബിനുമായി പ്രവർത്തിച്ച് കാർബോക്സി ഹീമോഗ്ലോബിൻ ഉണ്ടാകുന്നു. അപ്പോൾ രക്തത്തിലെ ഹീമോഗ്ലോബിനുമായി പ്രവർത്തിച്ച് കാർബോക്സി ഹീമോഗ്ലോബിൻ ഉണ്ടാക്കുന്ന നമ്മുടെ വാതകം ഏതാ? കാർബൺ മോണോക്സൈഡ് ആണ്. അപ്പോൾ കാർബൺ മോണോക്സൈഡ് എന്ന വിഷവാതകമാണ് എന്ത് ചെയ്യുന്നത്? രക്തത്തിലെ ഹീമോഗ്ലോബിനുമായി പ്രവർത്തിച്ച് കാർബോക്സി ഹീമോഗ്ലോബിൻ ഉണ്ടാക്കുന്നത്. ഇതുമൂലം രക്തത്തിന് ഓക്സിജനെ വഹിക്കാനുള്ള കഴിവ് കുറയുകയും മരണത്തിന് കാരണമാവുകയും ചെയ്യുന്നു. അപ്പം ഇതെന്ത് ചെയ്യുന്നു? രക്തത്തിന് ഓക്സിജനെ വഹിക്കാനുള്ള കഴിവ് കുറയ്ക്കുന്നു, അതുപോലെ അത് മരണത്തിന് ഇടയാക്കുകയും ചെയ്യുന്നു. അപ്പം അത് ഓർത്ത് വയ്ക്കുക. ഇനി കാർബൺ മോണോക്സൈഡിൻ്റെ ഉപയോഗങ്ങളെക്കുറിച്ചാണ് പറയുന്നത്. കാർബൺ മോണോക്സൈഡിൻ്റെ ഉപയോഗങ്ങൾ എന്തൊക്കെയാണ്? കാർബൺ മോണോക്സൈഡിൻ്റെ ഉപയോഗത്തിലൊന്നാണ് വാതക ഇന്ധനമായി ഉപയോഗിക്കുന്നു. കാർബൺ മോണോക്സൈഡ് വാതക ഇന്ധനമായിട്ട് ഉപയോഗിക്കുന്നത് എന്താണ്? കാർബൺ മോണോക്സൈഡാണ്. അതുപോലെ വ്യാവസായിക ഇന്ധനങ്ങളായ വാട്ടർ ഗ്യാസ്, പ്രൊഡ്യൂസർ ഗ്യാസ് എന്നിവ നിർമ്മിക്കുന്നതിന് കാർബൺ മോണോക്സൈഡ് ഉപയോഗിക്കുന്നു. അപ്പോൾ എന്തൊക്കെയാണ്? ഒന്നാമത് ഇന്ധനമായിട്ട് വാതക ഇന്ധനമായിട്ട് ഉപയോഗിക്കുന്നു എന്ന് പറഞ്ഞു. പിന്നെ വ്യാവസായിക ഇന്ധനങ്ങളുടെ വാട്ടർ ഗ്യാസ്, വ്യാവസായിക ഇന്ധനങ്ങളായ വാട്ടർ ഗ്യാസ്, അതേപോലെ പ്രൊഡ്യൂസർ ഗ്യാസ്, ഇവയൊക്കെ നിർമ്മിക്കുന്നത് എങ്ങനെയാണ്? ഈ കാർബൺ മോണോക്സൈഡ് ഉപയോഗിച്ചിട്ടാണ്. ലോഹ നിർമ്മാണ പ്രക്രിയയിൽ നിരോക്സീകാരിയായി ഉപയോഗിക്കുന്നത് ആരെയാണ്? കാർബൺ മോണോക്സൈഡിനെയാണ്. അപ്പോൾ ഇതൊക്കെ കാർബൺ മോണോക്സൈഡിൻ്റെ ഉപയോഗങ്ങളാണ്, ഓർത്ത് വയ്ക്കണേ. ഇനി കാർബണേറ്റുകളും ബൈകാർബണേറ്റുകളുമുണ്ട്. കാർബൺ സംയുക്തങ്ങളിലെ കാർബണേറ്റുകളുമുണ്ട്, ബൈകാർബണേറ്റുകളുമുണ്ട്. കാർബൺ അടങ്ങിയ മറ്റ് സംയുക്തങ്ങളാണ് കാർബണേറ്റുകളും ബൈകാർബണേറ്റുകളും. അപ്പോൾ കാർബൺ അടങ്ങിയ മറ്റ് സംയുക്തങ്ങൾ ഏതെന്ന് ചോദിച്ചാൽ നമുക്ക് പറയാം കാർബണേറ്റ് ഉണ്ട്, ബൈകാർബണേറ്റുകളുണ്ട്. ഉദാഹരണം നമുക്കിവിടെ കാർബൺ സംയുക്തം കാർബണേറ്റുകൾക്ക് ഉദാഹരണം പറയുകയാണെങ്കിൽ അലക്കുകാരം, അപ്പക്കാരം, മാർബിള് എന്നിവ കാർബോണിക് ആസിഡിൻ്റെ ലവണങ്ങളാണ്. അപ്പോൾ കാർബൺ അടങ്ങിയ മറ്റ് സംയുക്തങ്ങൾ ഏതൊക്കെയാണ്? കാർബണേറ്റുകളും ബൈകാർബണേറ്റുകളും. കാർബൺ അടങ്ങിയ മറ്റ് സംയുക്തങ്ങളിൽ വരുന്നതാണ് കാർബണേറ്റുകൾ ഉണ്ടാവും, ബൈകാർബണേറ്റുകൾ ഉണ്ടാവും. അതിൽ ഉദാഹരണം ചോദിക്കുകയാണെങ്കിൽ കാർബൺ സംയുക്തങ്ങളിൽ ബൈകാർബണേറ്റുകളിലും കാർബണേറ്റുകളുടെയും ഉദാഹരണം പറഞ്ഞിട്ടുണ്ട്. അലക്കുകാരം, അപ്പക്കാരം, മാർബിള് മുതലായവ എന്താണ്? ഈ പറഞ്ഞ കാർബണേറ്റുകൾക്കും ബൈകാർബണേറ്റുകൾക്കും ഉദാഹരണമാണ്. കാർബോണിക് ആസിഡിൻ്റെ ലവണങ്ങളാണ് കാർബണേറ്റുകളും ബൈകാർബണേറ്റുകളും. അപ്പോൾ കാർബണേറ്റുകളും ബൈകാർബണേറ്റുകളും ഏതിൻ്റെ ലവണങ്ങളാണ്? കാർബോണിക് ആസിഡിൻ്റെ ലവണങ്ങളാണ്. ആരാ? കാർബണേറ്റുകളും ബൈകാർബണേറ്റുകളും.
കാർബണേറ്റ് ലവണങ്ങളെ തിരിച്ചറിയുന്ന വിധമാണ് അടുത്ത് നമ്മൾ പറയുന്നത്. കാർബണേറ്റ് ലവണങ്ങളെ എങ്ങനെ തിരിച്ചറിയാം? ഒരു ലവണം കാർബണേറ്റ് ആണോ എന്നെങ്ങനെ തിരിച്ചറിയാം? ചുവടെ നൽകിയിരിക്കുന്ന പരീക്ഷണം നടത്തി നിരീക്ഷണം അതുപോലെ നിഗമനം എന്നിവ രേഖപ്പെടുത്താൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇവിടെ എന്താ പറഞ്ഞത്? കാർബണേറ്റ് ലവണങ്ങളെ തിരിച്ചറിയുന്ന വിധം എങ്ങനെയാണ്? ഒരു ലവണം നമുക്ക് കാർബണേറ്റ് ആണോ എന്ന് എങ്ങനെ തിരിച്ചറിയാം? അപ്പോൾ ഇവിടെ ഒരു പരീക്ഷണമാണ് തന്നിരിക്കുന്നത്. തന്നിരിക്കുന്ന ലവണ ലായനിയിലേക്ക് ബേരിയം ക്ലോറൈഡ് ലായനി ചേർക്കുക. അപ്പോൾ ലവണ ലായനിയിലേക്ക് നമ്മൾ എന്ത് ചെയ്യണം? ബേരിയം ക്ലോറൈഡ് ലായനി ചേർക്കുക. ഈ ബേരിയം ക്ലോറൈഡ് ലായനി ചേർക്കുമ്പോൾ അവിടെ ഒരു വെളുത്ത അവക്ഷിപ്തത്തിൽ അവിടെ ഉണ്ടായ വെളുത്ത അവക്ഷിപ്തം ഉണ്ടാവും. അതിൽ നേർപ്പിച്ച ഹൈഡ്രോക്ലോറിക് ആസിഡ് ചേർക്കുക. അപ്പോൾ ആ ഒരു വെളുത്ത അവക്ഷിപ്തത്തിൽ നേർപ്പിച്ച ഹൈഡ്രോക്ലോറിക് ആസിഡ് ചേർക്കുമ്പോൾ എന്താ സംഭവിക്കുന്നത്? വെളുത്ത അവക്ഷിപ്തം നേർപ്പിച്ച ഹൈഡ്രോക്ലോറിക് ആസിഡ് ലയിക്കുന്നുവെങ്കിൽ തന്നിരിക്കുന്ന ലവണം കാർബണേറ്റ് ആയിരിക്കും. അപ്പോൾ അതാണ് അവിടുത്തെ നിരീക്ഷിക്കാനുള്ളത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? വെളുത്ത അവക്ഷിപ്തം അവിടെ ഉണ്ടായ വെളുത്ത അവക്ഷിപ്തത്തിൽ നേർപ്പിച്ച ഹൈഡ്രോക്ലോറിക് ആസിഡ് എന്ത് ചെയ്യുക? നമ്മൾ ചേർത്ത് കൊടുക്കുക. അപ്പം നമ്മളിവിടെ ചെയ്യേണ്ടത് എന്താണ്? ഒരു ലവണ ലായനി തന്നിട്ടുണ്ട്. ആ ലവണ ലായനിയിൽ എന്ത് ചെയ്യുക? ബേരിയം ക്ലോറൈഡ് ലായനി ചേർത്ത് കൊടുക്കണം. അപ്പം ബേരിയം ക്ലോറൈഡ് ലായനി ചേർക്കുമ്പോൾ അവിടെ ഒരു വെളുത്ത അവക്ഷിപ്തം ഉണ്ടാവും. ആ ഉണ്ടായ വെളുത്ത അവക്ഷിപ്തത്തിൽ നേർപ്പിച്ച ഹൈഡ്രോക്ലോറിക് ആസിഡ് ചേർത്ത് കൊടുത്താൽ വെളുത്ത അവക്ഷിപ്തം നേർപ്പിച്ച ഹൈഡ്രോക്ലോറിക് ആസിഡിൽ ലയിച്ചാൽ അതെന്താണ്? തന്നിരിക്കുന്നത് ആ ലവണം എങ്ങനെയുള്ളതാണ്? അത് കാർബണേറ്റ് ആയിരിക്കും. ലയിച്ചില്ലെങ്കിൽ എന്തായിരിക്കും? അത് നമ്മൾ ഈ പറഞ്ഞതുപോലെ എന്താണ്? ബൈകാർബണേറ്റുകൾ ആയിരിക്കും. അപ്പോൾ ചുവടെ നൽകിയിരിക്കുന്നവയിൽ നിന്ന് കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ സവിശേഷതകൾ ടിക്ക് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. കാർബൺ ഡൈ ഓക്സൈഡിന് നിറമുണ്ട്, നിറമില്ല, നിറമുണ്ട്, നിറമില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. കാർബൺ ഡൈ ഓക്സൈഡിന് ഇപ്പോൾ കാർബൺ ഡൈ ഓക്സൈഡിന് നിറമുണ്ടോ? നിറം ഇല്ല. അതാണ് കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ പ്രത്യേകത, സവിശേഷതയാണ്, നിറമില്ല. ജ്വലന സഹായിയാണ്, ജ്വലന സഹായി അല്ല. കാർബൺ ഡൈ ഓക്സൈഡ് തീ അണയ്ക്കാനാണ് സഹായിക്കുന്നത്. അപ്പോൾ ജ്വലന സഹായി അല്ല. കാർബൺ ഡൈ ഓക്സൈഡിന് ഗന്ധമുണ്ട്, ഗന്ധമില്ല. കാർബൺ ഡൈ ഓക്സൈഡിന് എന്തില്ല? ഗന്ധമില്ല. വായുവിനേക്കാൾ സാന്ദ്രത കൂടുതൽ, കുറവ്. വായുവിനേക്കാൾ എന്താണ്? സാന്ദ്രത കൂടുതലാണ് കാർബൺ ഡൈ ഓക്സൈഡിനുള്ളത്. ജലീയ ലായനി അസിഡിക് ആണോ ബേസിക് ആണോ എന്ന് ചോദിച്ചിട്ടുണ്ട്. ജലീയ ലായനിയാണോ കാർബൺ ഡൈ ഓക്സൈഡ്? അത് അസിഡിക് ആണോ ബേസിക് ആണോ? അപ്പോൾ ഇവിടെ ജലീയ ലായനി എങ്ങനെയാണ്? അസിഡിക് ആണ്, അസിഡിക് ആണ്. അപ്പോൾ എ കോളത്തിൽ കൊടുത്തിരിക്കുന്നവയ്ക്ക് യോജിച്ചവ ബി കോളത്തിൽ നിന്നും കണ്ടെത്തി എഴുതാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഒന്ന് നോക്കാം. എ ബി. അപ്പോൾ ഇതിൽ അലക്കുകാരം കാർബൺ മോണോക്സൈഡ് പ്ലസ് ഹൈഡ്രജൻ, അപ്പക്കാരം അതുപോലെ ഇപ്പുറത്തെ കോളത്തിൽ എന്തൊക്കെയാണ്? NaHCO3 അതുപോലെ Na2CO3 പിന്നെ OH2O, അപ്പക്കാരം പ്രൊഡ്യൂസർ ഗ്യാസ് അതുപോലെ വാട്ടർ ഗ്യാസ്. ഇത്രയുമാണ് ഇവിടെ തന്നിരിക്കുന്നത്. അപ്പോൾ ഒന്നാമത്തെ കോളത്തിൽ പറഞ്ഞിരിക്കുന്നത് എന്താണ്? അലക്കുകാരമാണ്. അലക്കുകാരം ഇതിലേതാണ്? അലക്കുകാരം എന്ന് പറയുമ്പം ഇവിടെ നിന്ന് ഇതാണ് അലക്കുകാരം. Na2CO3 അതാണ് അലക്കുകാരം എന്ന് പറയുന്നത്. ഇനി അപ്പക്കാരം, അപ്പക്കാരം ഏതാണ്? ഈ കാണുന്ന NaHCO3 അതാണ് അപ്പക്കാരം. കാർബൺ മോണോക്സൈഡ് പ്ലസ് ഹൈഡ്രജൻ അതാണ് ഏത്? വാട്ടർ ഗ്യാസ് എന്നറിയപ്പെടുന്നത്. വാട്ടർ ഗ്യാസ് ആണ്. കാർബൺ മോണോക്സൈഡ് പ്ലസ് ഹൈഡ്രജൻ എന്താണ്? വാട്ടർ ഗ്യാസ് ആണ്. ഇനി പ്രൊഡ്യൂസർ ഗ്യാസ് എന്ന് പറയുമ്പം ഏതൊക്കെയാണ്? കാർബൺ മോണോക്സൈഡ് പ്ലസ് നൈട്രജൻ, നൈട്രജൻ ആണ് ഏത്? പ്രൊഡ്യൂസർ ഗ്യാസ് എന്നറിയപ്പെടുന്നത്. അപ്പോൾ അലക്കുകാരം Na2CO3, അപ്പക്കാരമാണെങ്കിലോ NaHCO3, കാർബൺ മോണോക്സൈഡ് പ്ലസ് ഹൈഡ്രജൻ ആണ് എന്ത്? വാട്ടർ ഗ്യാസ്. അതേപോലെ വാട്ടർ ഗ്യാസ് ആണ് കാർബൺ മോണോക്സൈഡ് ഹൈഡ്രജൻ ചേർന്നത്. ഇനി പ്രൊഡ്യൂസർ ഗ്യാസ് വരുമ്പോൾ ഏതാ? കാർബൺ മോണോക്സൈഡും നൈട്രജനും പറയാം.
ഓക്കെ, ഇനി നമുക്ക് അടുത്ത് പഠിക്കാനുള്ളത് നൈട്രജനെ കുറിച്ചാണ്. അപ്പോൾ നൈട്രജനെ കുറിച്ച് നമ്മൾ അടുത്ത ക്ലാസ്സിൽ പഠിക്കുന്നതായിരിക്കും. അപ്പോൾ നമ്മുടെ ക്ലാസ്സുകൾ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കരുത്. അതുപോലെ നിങ്ങൾക്ക് ക്ലാസ്സുകൾ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമ്മുടെ മറ്റേ ക്ലാസ്സുകളൊക്കെ എങ്ങനെ നിലവാരം പുലർത്തുന്നതാണോ എന്ന് കൂടി ഒന്ന് കമൻറ്റ് ചെയ്യുക. ഒരുപാട് പേര് നല്ല നല്ല ഇമ്പ്രൂവ്മെൻറ്റ് വേണം, പിന്നെ പല കാര്യങ്ങളും നമുക്ക് മെസ്സേജിലൂടെ തന്നിട്ടുണ്ട്. എല്ലാം പോസിറ്റീവായിട്ട് തന്നെ കാണുന്നു. എല്ലാവർക്കും വിജയാശംസകൾ നേരുന്നു. അപ്പോൾ എല്ലാവരെയും ദൈവം അവരവർക്ക് ഇഷ്ടപ്പെട്ട ഒരു ജോലി എത്രയും പെട്ടെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും ലഭിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ നമ്മുടെ ക്ലാസ് ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യുകയാണ്. താങ്ക് യു ഫോർ വാച്ചിങ് അവർ ചാനൽ.